ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് ഒരു വിഭാഗം സിനിമാ പ്രവർത്തകർ. ആരോപണങ്ങൾ സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് പഠിച്ച് പറയിപ്പിച്ചത് എന്നാണ് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ടിന്റെ ആരോപണം. സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുന്നുവെന്ന് വി.ഡി. സതീശൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നടപടി എന്തെന്ന ചോദ്യം ഉയരുന്നതിനിടയിലാണ് നവംബർ അവസാനവാരം സിനിമാ കോൺക്ലേവ് നടത്താൻ സർക്കാർ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയും ഭരണപ്രതിപക്ഷങ്ങളും പങ്കെടുക്കുന്ന കോൺക്ലേവിൽ മുഴുവൻ സിനിമാ സംഘടനകളുടെയും പ്രാതിനിധ്യം ഉറപ്പാക്കും. കരട് സിനിമാ നയം രൂപീകരിക്കാൻ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയ ഉത്തരവിന്റെ പകർപ്പ് 24-ന് ലഭിച്ചു. സിനിമാ നയം രൂപീകരിക്കാൻ KSFDC ചെയർമാൻ ഷാജിയൻ കരുൺ കൺവീനറായ കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. ഒരു മാസത്തിനകം കരട് നയം സർക്കാരിന് സമർപ്പിക്കാനാണ് നീക്കം. പ്രശ്നപരിഹാരത്തിന് സിനിമാ സംഘടനകളും നിർമ്മാതാക്കളും സർക്കാരും ഒരുമിച്ച് ശ്രമിക്കണമെന്ന് സംവിധായകനും തിരക്കഥാകൃത്തുമായ ജിയോ ബേബി പറഞ്ഞു. കൂട്ടായി ഒരു എഫേർട്ട് ഉണ്ടാവണം. സിനിമാ സംഘടനകളും നിർമ്മാതാക്കളും ഗവൺമെൻറ്റും ഒക്കെ ചേർന്ന് ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വിളിച്ച് പറഞ്ഞാൽ പോലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും ഈ ജെൻഡർ ഇഷ്യൂവിൽ തന്നെ. ഇപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗം ജെൻഡറിന് മാത്രം എല്ലാ കാര്യങ്ങളും ഈസി ആവുകയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ MLA-യും നടനുമായ M. മുകേഷ്, നടിമാരായ പത്മപ്രിയ, നിഖില വിമൽ, സംവിധായകൻ B. ഉണ്ണികൃഷ്ണൻ, നിർമ്മാതാവ് സന്തോഷ് കുരുവിള, ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി C. അജോയ് എന്നിവരാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ അംഗങ്ങൾ. കോൺക്ലേവിന് ശേഷം ഉടൻ അന്തിമ സിനിമാ നയം രൂപീകരിക്കും. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുടങ്ങിയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇന്നും തുടർന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ കടന്നാക്രമിച്ച പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്ന് ഇരകളെ വേട്ടയാടുകയാണെന്ന് ആവർത്തിച്ചു. ഞങ്ങൾ വേട്ടക്കാർക്കെതിരായി പോരാടുമെന്ന് 4.5 കൊല്ലമായിട്ട് ഏത് വേട്ടക്കാരനെതിരായിട്ടാണ് ഈ മുഖ്യമന്ത്രി പോരാടിയത്? ഈ വേട്ടക്കാരെ മുഴുവൻ സംരക്ഷിക്കുകയാണ് ചെയ്തത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. ഇതിനകത്ത് കുറ്റം ചെയ്തവരാരായാലും അവർക്കെതിരായി നടപടികൾ വേണം, ഒരു വിട്ടുവീഴ്ചയില്ലേ. കുറ്റക്കാർ ആരായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ജോസ് കെ മാണി MP ആവശ്യപ്പെട്ടു. ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഒരുക്കി സ്ത്രീ സുരക്ഷ ഏത് തൊഴിലാകട്ടെ സുരക്ഷ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഏത് വമ്പനാണെങ്കിലും അത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും, അതിന് സംശയമൊന്നുമില്ല എന്ന് തന്നെ. റിപ്പോർട്ട് പുറത്തുവരാൻ കാരണം വിവരാവകാശ കമ്മീഷണറുടെ ധൈര്യം കൊണ്ട് മാത്രമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ഈ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നത് ഗവൺമെന്റിന്റെ താല്പര്യം കൊണ്ടല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ താല്പര്യം കൊണ്ടുമല്ല. ഇത് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ തന്റെ ഇടത്തോടുകൂടി ചോദ്യങ്ങൾക്ക് മറുപടി കൊടുത്തതുകൊണ്ടാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമാണെന്ന ആരോപണവുമായി ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി സജി നന്ദ്യാട്ട് രംഗത്തെത്തി. സിനിമയിൽ സജീവമല്ലാത്തവരെ കൊണ്ട് മൊഴികൾ പറഞ്ഞു പറയിപ്പിച്ചതാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയെ ഒന്നടങ്കം മോശമാക്കരുതെന്നും സജി നന്ദ്യാട്ട് പറഞ്ഞു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ്, അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല, അത് ആരോപണം മാത്രമാണ്. അത് മാത്രമല്ല, ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. കാരണം ചില പ്രധാനമായി നിൽക്കുന്നവരെക്കാൾ അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ട്രിവാൻഡ്രത്ത് കുറച്ചുപേരെ എടുപ്പിക്കുകയും ഇവിടെ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് ഇവരെ വിടുകയാണ്. ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ കൊടുത്ത് വിട്ടിരിക്കുകയാണ്. ഇന്ന ആക്ഷേപങ്ങൾ പറയണം. ന്യൂസ് ഡെസ്ക് 24.